പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ നമുക്ക് ഒരു DGP ഉണ്ട്. ആ DGPയുടെ പേര് റവാഡ ചന്ദ്രശേഖർ എന്നാണ്. ആ DGPയെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നിയമിച്ചത്. അതിന് മുമ്പുള്ള ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള DGP പോയി അവിടെ വന്ന പുതിയ DGPയാണ് ഈ റവാഡ ചന്ദ്രശേഖർ. വലിയ പ്രതീക്ഷകളൊക്കെയാണ് അയാൾ വന്നപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും അയാൾ പക്ഷേ ഒരു മുട്ടയിൽ എഴുതുന്ന DGP ആയിരുന്നുവെന്ന് പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അയാൾ തെളിയിച്ചതാണ്. അയാൾ പിണറായി വിജയൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾക്ക് 1 വർഷക്കാലം കൂടെ നീട്ടിക്കൊടുത്തു. അയാളാണ് ഇപ്പോഴും UDF സർക്കാരിലെ DGP ആയി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വിജയനാണ് 1 വർഷം കൂടെ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അയാളുടെ ചോറ് ഇവിടെയാണെങ്കിൽ കൂറ് വിജയനോടൊപ്പം ആയിരിക്കും എന്ന് പലതവണ ഞാൻ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ ആഭ്യന്തരമന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാനൊരു സൂചന ഇതിനു മുമ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഒരു പരാതിക്കാരൻ ഞാനായതുകൊണ്ട് അത് സബ്ജുഡീസ് ആകുമെന്നുള്ളതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള കേസിൽ ഈ DGP ഉൾപ്പെടെയുള്ള ആൾ പരാതിക്കാരനാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പത്രങ്ങളൊക്കെ വരുന്നത് പ്രേക്ഷകർ വായിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ DGP റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ DGP ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിനോട് പോലും പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയും പറയുന്നു എന്നതാണ്. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാൻ. അത് കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. അതായത് ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ്സുകാരനുണ്ട്. അയാളുടെ പേര് ഷെർഷാദ് എന്നാണ്. ഷെർഷാദിനെ മലയാളികൾക്കെല്ലാം അറിയാം. കാരണം ഈ MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷെർഷാദ്. ആ വിഷയത്തിൽ MV ഗോവിന്ദനും മകനെതിരെയും അതുപോലെ തന്നെ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കള്ള കച്ചവടക്കാരനെതിരെയും ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷെർഷാദ്. പക്ഷേ വളരെ പരമസാധുവായിട്ടുള്ള ഒരു വളരെ നല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായിരുന്നു ഷെർഷാദ്. ആ ഷെർഷാദിനെ അവസാനം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെന്നൈയിൽ പോയി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു സംഘം പോലീസുകാർ അവിടെ ചെന്ന് സ്വകാര്യ വാഹനത്തിൽ ചെന്ന് അനധികൃതമായി ഷെർഷാദിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിലങ്ങ് വയ്ക്കുകയും ആ വിലങ്ങ് വെച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന പത്രക്കാരെ എല്ലാം കാണിക്കുകയും ചെയ്ത ഒരു സംഭവം പിണറായി വിജയൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം അടിമുടി നിയമവിരുദ്ധമാണ്. പോലീസുകാർ സ്വകാര്യ വാഹനത്തിൽ പോയത്, അനധികൃതമായി അവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഷെർഷാദിനെ വിലങ്ങ് വെപ്പിച്ചത് എല്ലാം അടിമുടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ആ വിഷയത്തിൽ ഷെർഷാദ് എന്നൊരു പരാതി തയ്യാറാക്കി കൊടുക്കുന്നതിനൊക്കെ ഞാൻ സഹായിച്ചിരുന്നു. ഞാനും ഷെർഷാദും കൂടി നേരിട്ട് പോയി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ DGPയെ തന്നെ നേരിട്ട് ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇയാൾ വിജയൻ്റെ വിശ്വസനീയത വിധേയനായതുകൊണ്ടും P. ശശിയാണ് ഈ അനധികൃതമായിട്ടുള്ള ഇടപാടിൻ്റെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് അന്നൊരു ചുക്കും നടന്നില്ല. വിലങ്ങ് വെച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് അന്നൊന്നും നടന്നില്ല. എന്നാൽ അധികാരം മാറി വന്നതിനെ തുടർന്ന് ഷെർഷാദ് ഈ വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ പോവുകയും അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്, ഇത് P. ശശി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്, അനധികൃതമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് പരാതി ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തു. അന്ന് കൂടെ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത് ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പറയാനുള്ളത്. ആ പരാതിയുടെ ഫയൽ നമ്പർ ഞാൻ പറയാം. 5122/2026 എന്നുള്ളതാണ് ആ പരാതി. സുഹൃത്തുക്കളെ, ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളിൽ നിന്നാണ് ഈ DGP റവാഡ ചന്ദ്രശേഖർ നട്ടാൽ കുറുക്കാത്ത നുണ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിനോട് പോലും കൈമാറിയത് എന്ന് എനിക്ക് ബോധ്യമായത്. കാരണം ഈ ഫയല്, അതായത് 5122/2026 എന്ന് പറഞ്ഞ ഫയല്
DGPയുടെ ഓഫീസിൽ വന്നു എന്നും ആ ഓഫീസിൽ വന്നിട്ട് അത് ഇൻവേർഡ് നമ്പർ ഇട്ടിട്ട് DGPയുടെ മേശയിലേക്ക് ടേബിളിലേക്ക് പോയി എന്നും ഓഗസ്റ്റ് 16 എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷെർഷാദ് DGP ഓഫീസിൽ വിളിച്ചപ്പം അന്ന് വിവരം കിട്ടി. അന്ന് ഷെർഷാദ് വിളിച്ചത് 0471272160 എന്നുള്ള നമ്പറിലാണ്. അത് DGP ഓഫീസിലെ നമ്പറാണ്. ഉച്ചയ്ക്ക് 3:32 ഷെർഷാദ് വിളിച്ചത്. 7 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസർ പറഞ്ഞു അത് തപാലിൽ വന്നു, അത് ഇൻവേർഡ് ഇട്ട് DGPയുടെ ടേബിളിലേക്ക് പോയി, അത് DGPയുടെ മേശപ്പുറത്തുണ്ട്. അത് ഇന്നലെ ലീവായിരുന്നുകൊണ്ട്, കാരണം ഓഗസ്റ്റ് 15 ആയിരുന്നുകൊണ്ട് തിരക്കായിരുന്നു. ആർക്ക് പോകണം എന്നുള്ളത് ഉടനടി മാർക്ക് ചെയ്യും, അതിനുശേഷമേ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് DGPയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഷർഷാദ് പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സംഭാഷണം ഓഗസ്റ്റ് 16 നടന്നു. അതിനുശേഷം ഓഗസ്റ്റ് 19 ഷർഷാദ് വീണ്ടും വിളിച്ചു. ഓഗസ്റ്റ് 19 ഷർഷാദ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ DGPയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞു എന്നറിയാമോ? DGP ഫയൽ കണ്ടു, അത് IG ഹെഡ് ക്വാർട്ടേഴ്സിന് കൊടുത്തു. എവിടുന്ന്? DGP IG ഹെഡ് ക്വാർട്ടേഴ്സിന് കൊടുത്തു എന്ന് പറഞ്ഞു. അത് 18-ാം തീയതി പറഞ്ഞു. 19-ാം തീയതി വീണ്ടും എൻ്റെ സുഹൃത്ത് ഷർഷാദ് വിളിച്ചു. എന്നിട്ട് 19-ന് വിളിച്ചപ്പോഴത്തേക്കും അത് IG ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അത് പോയിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം എന്താ സുഹൃത്തുക്കളെ? ഈ ഫയല് DGP ഓഫീസിലേക്ക് ചെന്നു എന്നും അവിടുന്ന് ആ ഫയല് IG ഹെഡ് ക്വാർട്ടേഴ്സിന് DGP കൈമാറിയെന്നും DGPയുടെ ഓഫീസിൽ നിന്ന് വ്യക്തമായി പരാതിക്കാരനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഷെർഷാദിനോട് പറഞ്ഞു എന്നുള്ളതല്ലേ ഞാൻ ഈ പറഞ്ഞത്. എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, കംപ്ലീറ്റ് എവിഡൻസും എൻ്റെ കയ്യിൽ ഉണ്ട്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വിവരം എന്താണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോട്, പേര് ഞാൻ പറയുന്നില്ല, ആ ഉദ്യോഗസ്ഥനോട് ഇതിങ്ങനെ അയച്ചിരുന്നു, ഒന്ന് അന്വേഷിക്കണം, അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്, അത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കണം പറഞ്ഞ് ഫയൽ നമ്പർ കൂടി പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനിൽ ഞാൻ കൊടുത്തു, ഒരു ഉദ്യോഗസ്ഥനിൽ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഫോളോ അപ്പ് ചെയ്ത ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, മിസ്റ്റർ ഷാജഹാൻ, ഞാനത് DGPയോട് സംസാരിച്ചു, DGP എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മേശ മുഴുവൻ ഞാൻ തപ്പിയിട്ടും ഇങ്ങനെ ഒരു ഫയല് എൻ്റെ മേശപ്പുറത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അതെൻ്റെ മേശപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കണം. DGP ആരോടാ പറഞ്ഞത്? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോടാണ് പറയുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് അറിവില്ല, അത് അയാളുടെ മേശപ്പുറത്ത് അയാൾക്ക് കാണാൻ പറ്റില്ല, അയാളുടെ മേശപ്പുറത്ത് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന്. ആലോചിച്ച് നോക്കണം. നമ്മൾ നട്ടാൽ കുരുക്കാത്ത നുണയും പച്ചക്കള്ളവുമല്ലേ സുഹൃത്തുക്കളെ ഇത്? അങ്ങനെ പറഞ്ഞ അയാളാണ് പരാതിക്കാരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഷെർഷാദ് വിളിച്ചപ്പോൾ ഈ ഫയൽ തൻ്റെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നുവെന്നും താനത് IG ഹെഡ് ക്വാർട്ടേഴ്സിന് കൈമാറ്റം ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതൻ, ലോ ആൻഡ് ഓർഡറിലെ DGP, ആ DGP ആഭ്യന്തരമന്ത്രിയിലെ ഓഫീസിലെ ഒരു ഉന്നതനോട് പച്ചക്കള്ളം വിളിച്ച് പറയുകയാണ് സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കാം. നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ ഇത്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെയാണ് എന്ന്. കാരണം ഈ വിഷയം എന്താ? ഈ വിഷയം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് ഈ കേസ്. ഈ കേസിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ഫയൽ നമ്പർ ഉൾപ്പെടെ വെച്ച് DGPയോട് പറയുമ്പോൾ DGP ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോട് പോലും പച്ചക്കള്ളം പറയുമ്പോൾ അയാളുടെ കൂറ് എവിടെയാണ് സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് അയാളുടെ കൂറ്? അയാളുടെ കൂറ് ആഭ്യന്തരമന്ത്രിയോടാണോ അതോ പി ശശിയോടും വിജയനോടുമാണോ? പി ശശിയോടും വിജയനോടുമാണ് എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഞാനത് കഴിഞ്ഞ് വീണ്ടും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ പോയി ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി. എന്താണ് സാറേ, ഞാൻ അത്യാവശ്യം വിളിച്ച് അന്വേഷിക്കും, ഞാൻ DGPയോട് ഇത് തന്നെ ചോദിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് ഇതില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങളത് IG ഹെഡ് ക്വാർട്ടേഴ്സിന് കൈമാറിയല്ലോ എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ DGPയെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഈ DGP ചതിക്കുന്ന സ്വഭാവമുള്ള ആളാണ്.
ഈ DGP വഞ്ചിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് ഈ DGPയുടെ ഓരോ നീക്കങ്ങളും ഇനി ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിനോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും പറയാനുള്ളത്. അയാളുടെ കൂറ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കുഴിയിൽ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിൽ കുഴിയിൽ ചാടിയിട്ടുണ്ട് ഇയാളുടെ നീക്കങ്ങൾ കൊണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ദയവ് ചെയ്ത് ഇതുപോലുള്ള കുഴിയിൽ ചാടാതെ നോക്കിയാൽ ആഭ്യന്തരമന്ത്രിക്ക് നന്നായിരിക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇയാളെ ശ്രദ്ധിക്കണമെന്ന്. ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായി. ഇനി കുഴപ്പമുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ DGPയെ നിങ്ങൾ അയാളുടെ ഓരോ നടപടിയും കൃത്യമായി നിരീക്ഷിച്ചു കൊള്ളണം, അല്ലെങ്കിൽ അപകടമായിരിക്കുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് തന്നെ ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചു കൊള്ളാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ.